കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ കൺസ്യൂമർ ഇക്വിലിബ്രിയം, ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെയാണ്. എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എപ്പോഴാണ് രണ്ട് കമ്മോഡിറ്റീസിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആകുമ്പോഴാണ് ഒരു കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി അച്ചീവ് ചെയ്യുക. ആ അച്ചീവ് ചെയ്യുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്, അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്, അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഫസ്റ്റ്ലി വി ആർ മൂവിങ് ടു ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ? ഉരുത്തിരിയുക. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഡിമാൻഡ് കർവ് വരയ്ക്കാം, അതിലെങ്ങനെയാണ് ഡിമാൻഡ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. സോ ഇത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, ദ ഡിമാൻഡ് കർവ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി കോസ് ഓഫ് ദി ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുമ്പോൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി കോസ് ഓഫ് ദി ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് നമുക്ക് പറയാം. ആസ് ദി യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി കൺസ്യൂംഡ് ആർ ഇൻക്രീസ്ഡ്, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കമ്മോഡിറ്റിയിൽ നിന്ന് അധികം ഓരോ എക്സ്ട്രാ എമൗണ്ട് കമ്മോഡിറ്റി നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യും. Therefore, each additional unit of the good is worthless to the consumer than previous unit. അതുകൊണ്ട് തന്നെ ഒരു കമ്മോഡിറ്റി വീണ്ടും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസ്യൂമർക്ക് ഒരു വില ഉണ്ടാവില്ല. പ്രീവിയസ് യൂണിറ്റിൻ്റെ അത്രയും ഒരു മൂല്യം, ഒരു വെർത്ത്ലെസ് എന്ന് പറയില്ല, മൂല്യമില്ലാത്തതായിട്ട് മാറും. അതായത് ഒരു കമ്മോഡിറ്റി വീണ്ടും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വീണ്ടും വാങ്ങുന്ന എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ട് ആ കൺസ്യൂമർക്ക് ആദ്യത്തെ എമൗണ്ടിൻ്റെ അത്ര ഒരു മൂല്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് അഡീഷണൽ യൂണിറ്റ് വിൽ ബി പർച്ചേസ്ഡ് ഓൺലി ഇഫ് ഇറ്റ്സ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ്. അതായത് ഒരു കൺസ്യൂമർ ആ സാധനം തന്നെ വീണ്ടും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കണം, എന്നാലേ അവർ വാങ്ങുള്ളൂ. ഇപ്പം നമ്മളെ കയ്യിൽ ഒരു സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത യൂണിറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ, അതായത് വീണ്ടും അതിനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അത്ര വിലയൊന്നും ഉണ്ടാവില്ലല്ലേ, അത്ര ഒരു മൂല്യം ഉണ്ടാവില്ല. അത് വീണ്ടും വാങ്ങണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. പക്ഷെ വാങ്ങണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വാങ്ങുക? അതിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്താലേ അവർ വാങ്ങുള്ളൂ, ആ സാധനം തന്നെ വാങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞു. ഡൗൺവേർഡ് സ്ലോപ്പ് എന്തുകൊണ്ടാണ് വന്നതെന്നും നമ്മൾ പറഞ്ഞു. സോ ഡിമാൻഡ് കർവിൻ്റെ ഡെറിവേഷൻ ഈ ഒരു ഗ്രാഫിലൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ദ ഡെറിവേഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഫ്രം ദി മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഈസ് ഷോൺ ഇൻ ദിസ് ഡയഗ്രാം. നമ്മൾ പറഞ്ഞു മാർജിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് മോണിറ്ററി യൂണിറ്റ്സിലാണെന്നല്ലേ. അതായത് മോണിറ്ററി യൂണിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസ്. നമ്മുടെ ഡിമാൻഡ് കർവ് പറയുമ്പോൾ അവിടെ പ്രൈസാണല്ലോ മോണിറ്ററി യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത്. സോ ഡിമാൻഡ് കർവ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ പോസിറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റി കർവ്. നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഒക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റി കർവ്, മാർജിനൽ യൂട്ടിലിറ്റി കർവും. അപ്പോൾ ഡിമാൻഡ് കർവ് ഏതുപോലെയാണെന്നാണ് പറഞ്ഞത്? മാർജിനൽ യൂട്ടിലിറ്റി കർവിൻ്റെ പോസിറ്റീവ് സെഗ്മെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള ഭാഗമുണ്ട്, സീറോ വരുന്ന ഭാഗമുണ്ട്, നെഗറ്റീവായി വരുന്ന ഭാഗമുണ്ട് മാർജിനൽ യൂട്ടിലിറ്റിക്ക്. അതിൽ പോസിറ്റീവായിട്ട് വരുന്ന ഭാഗത്തിൻ്റെ പോലെയാണ് ഡിമാൻഡ് കർവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ X1 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഏതിന് ഈക്വലാണ്? MU1 ഈക്വലാണ് അല്ലേ. ഫസ്റ്റ് ഗ്രാഫിൽ എ എന്നുള്ള ഗ്രാഫ് കണ്ടില്ലേ, എയും ബിയും കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ മാത്രം യൂട്ടിലിറ്റിയാണ് എയിൽ കൊടുത്തിട്ടുള്ളത്. ഡിമാൻഡ് കർവിൻ്റെ ഡെറിവേഷൻ വരുമ്പോൾ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസും കൊടുത്തിട്ടുണ്ട്. സോ വെൻ X1 ക്വാണ്ടിറ്റി ഈസ് പർച്ചേസ്ഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു MU1. X1 ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? MU1 ആണ്. അത് നോക്കിയാൽ മനസ്സിലാവില്ലേ, MU1ഉം X1ഉം.
ഇനി MU2 ആകുമ്പോൾ X2 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും. MU3 ആകുമ്പോൾ X3 ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്യും. മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസിന് ഈക്വൽ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ദ കൺസ്യൂമർ ഡിമാൻഡ്സ് X1 ക്വാണ്ടിറ്റി അറ്റ് പ്രൈസ് P1. മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസിന് ഈക്വൽ ആണ്, മോണിറ്ററി യൂണിറ്റ്സിൽ മെഷർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ പ്രൈസിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ MU1 നേരെ നോക്കുക, അടുത്ത് ബി എന്ന ഗ്രാഫിൽ MU1 നേരെ വരുന്നത് P1 ആണല്ലേ, പ്രൈസ് P1. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്? X1. ഇനി അതേപോലെ MU2 നോക്കുകയാണെങ്കിൽ P2 വരും. K എന്നുള്ള പോയിൻ്റ് കിട്ടിയല്ലോ, X2 പർച്ചേസ് ചെയ്യുമ്പോൾ K എന്നുള്ള പോയിൻ്റ് കിട്ടി. MU3 ആവുമ്പോൾ P3, അതുപോലെ എത്ര കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യും? X3 കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യും. ഇപ്പോൾ JKLD എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടില്ലേ, JKLD, YJKLD എന്നുള്ളതാണ് ഡിമാൻഡ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇങ്ങനെ കുറയുകയാണെങ്കിൽ മാത്രമേ ഒരു കൺസ്യൂമർ വീണ്ടും വീണ്ടും ആ കമ്മോഡിറ്റി തന്നെ വാങ്ങുള്ളൂ. അങ്ങനെ വീണ്ടും വീണ്ടും കമ്മോഡിറ്റി വാങ്ങുമ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രൈസും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്തു. അതിൻ്റെ സ്ലോപ്പിംഗ് എന്താണ്? നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, സോ ദ നെഗറ്റീവ് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ സ്ലൈഡിലും ഇനി വരുന്ന സ്ലൈഡിലും. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി കഴിയും കേട്ടോ. ഇപ്പോൾ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ തിയറീസിൻ്റെ ക്രിറ്റിസിസം. So the neoclassical theory of demand, that means the cardinal utility analysis, is criticized for its unrealistic assumptions. ഒരുപാട് അസംഷൻസ് പറഞ്ഞല്ലോ, ആ അസംഷൻ്റെ ബേസിലൊക്കെ ഈ തിയറീസ് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The major criticism are the following. എന്താണ്? The first one is utility is not cardinally measurable. Second is marginal utility of money is not constant. Third is inadequacy of the method of introspection. Fourth is utilities are interdependent. And fifth is failure to distinguish income effect and substitution effect. Failure to explain Giffen's paradox. അപ്പോൾ ആദ്യത്തേത് യൂട്ടിലിറ്റി ഈസ് നോട്ട് കാർഡിനലി മെഷറബിൾ. കാർഡിനലി മെഷറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സിൽ നമുക്ക് പറയാൻ പറ്റില്ല, അസൈൻ ചെയ്ത് കൊടുക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസംഷൻ റിയലായിട്ട് നടക്കില്ല, റിയലായിട്ട് ഇത് പോസിബിൾ അല്ല എന്നാണ് ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ദ അസംഷൻ ദാറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് ഈച്ച് കമ്മോഡിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ ഈസ് അൺറിയലിസ്റ്റിക്. റിയലായിട്ട് നടക്കില്ല. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം വേരിയസ് കമ്മോഡിറ്റീസ് കനോട്ട് ബി മെഷേർഡ് ഒബ്ജക്റ്റീവ്ലി. ഇപ്പോൾ ഓരോ കമ്മോഡിറ്റീസിൽ നിന്നും, വ്യത്യസ്തമായിട്ടുള്ള കമ്മോഡിറ്റീസിൽ നിന്നും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമുക്കത് നമ്പേഴ്സ് രൂപത്തിൽ പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ പറയുന്നത്, അതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. നമ്മൾ അസംഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്, അത് സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലിമിറ്റേഷൻസ് പറയുമ്പോൾ അത് നമ്മൾ പറയുന്നത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ദ അസംഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് അൺറിയലിസ്റ്റിക്. അതും അൺറിയലിസ്റ്റിക് ആണ്. ആസ് ഇൻകം ഇൻക്രീസസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ചസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി മാറുമെന്നാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പറയുന്നത്. ദസ് മണി കനോട്ട് ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ടു മെഷർ യൂട്ടിലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ മണി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. So the third one is inadequacy of the method of introspection. Introspection means ആത്മപരിശോധന. The theory is based on the assumption that marginal utility of a commodity diminishes as the number of units consumed increases. ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്ന അസംഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമിനിഷസ് ആസ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് ഇൻക്രീസസ്.
അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഒരു സൈക്കോളജിക്കൽ ലോ ആണ്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വാലിഡിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അത് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത് എന്താണ്? ഒരു ആത്മപരിശോധന അതിന് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. സോ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. ദ ഫോർത്ത് വൺ ഈസ് യൂട്ടിലിറ്റീസ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. യൂട്ടിലിറ്റീസ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്ന അസംഷൻ എന്തായിരുന്നു? തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻസ് ദാറ്റ് യൂട്ടിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റീസ് പരസ്പരം ബന്ധമില്ല, ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ റിയൽ ലൈഫ് യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റീസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി കമ്മോഡിറ്റീസ് ലൈക്ക് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. റിയൽ ലൈഫിൽ ഒരു കമ്മോഡിറ്റിയിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് കോംപ്ലിമെൻറ്റ്സിൻ്റെ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കേസിലും കേട്ടോ. കോംപ്ലിമെൻറ്റ് ഗുഡും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. എന്താ കോംപ്ലിമെൻറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വാങ്ങുന്നത് അല്ലേ. പെന്ന്, ഇങ്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സബ്സ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞാൽ ടീ ആൻഡ് കോഫി, പരസ്പരം നമ്മൾ പകരം വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി ഒക്കെ എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. Then fifth one is failure to distinguish income effect and substitution effect. The cardinal approach considers the effect of a change in price on quantity demanded. The theory failed to decompose price effect into income effect and substitution effect. അപ്പോൾ ഇത് പ്രൈസ് ഇഫക്റ്റ്, ഇൻകം ഇഫക്റ്റ്, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഫെയിലിയർ ടു എക്സ്പ്ലെയിൻ ഗിഫൻസ് പാരഡോക്സ്. So the Marshall was not able to explain the Giffen's paradox. Giffen good കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ്? പ്രൈസ് കൂടിയാലും കൺസംഷൻ കുറയാത്തത്. കൺസംഷൻ അതേപോലെ കൂടും, പ്രൈസ് കൂടിയാലും കൺസംഷൻ കൂടുന്നതാണ് എന്ത്? ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിഫൺ പാരഡോക്സ് പറഞ്ഞാൽ സാധാരണ ലോ ഓഫ് ഡിമാൻഡിനെതിരെ വരുന്നതാണ് ഗിഫൺ പാരഡോക്സ്. ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്? കൺസംഷൻ കുറയും, ഡിമാൻഡ് കുറയും എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനെ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഗിഫൺ പാരഡോക്സ്. പ്രൈസ് കൂടിയാലും കൺസംഷൻ കൂടുന്നു. So the positively sloping demand curve of a given good is an assumption of Marshall's law of demand. അപ്പോൾ ഡിമാൻഡ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിരിക്കും. ഇപ്പോൾ ഗിഫൺ ഗുഡിൻ്റെ ഡിമാൻഡ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. ഇറ്റ് ഈസ് ആൻ എക്സംഷൻ ഓഫ് മാർഷൽസ് ലോ ഓഫ് ഡിമാൻഡ്. അത് മാർഷലിൻ്റെ ലോ ഓഫ് ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. എന്തൊക്കെയാണ്? യൂട്ടിലിറ്റി ഈസ് നോട്ട് കാർഡിനലി മെഷറബിൾ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇനാഡ്വക്കസി ഓഫ് ദി മെത്തേഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ, യൂട്ടിലിറ്റീസ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്, ഫെയിലിയർ ടു ഡിസ്റ്റിംഗ്വിഷ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഫെയിലിയർ ടു എക്സ്പ്ലെയിൻ ഗിഫൻസ് പാരഡോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവും അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടെ നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രണ്ട് ലോസ് പറഞ്ഞു അല്ലേ? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്വൽ മാർജിനൽ യൂട്ടിലിറ്റി, പിന്നെ അതിൻ്റെ അസംഷൻസും ലിമിറ്റേഷൻസും പറഞ്ഞ ആപ്ലിക്കേഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി.